നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പറഞ്ഞത് നമ്മുടെ ആദിമോനെ കുറിച്ചാ. ആദിയെക്കുറിച്ച് എന്താ പറഞ്ഞ? അത് ആദിക്ക് വേറൊരു പെൺകുട്ടിയായിട്ട് ബന്ധമുണ്ടെന്ന്. ആദിക്ക് വേറെ ബന്ധമൊന്നോ? അതെ ഏട്ടാ, പെൺകുട്ടിയെ നമ്മൾ അറിയും. അശ്വതി. അശ്വതിയോ? ഏത് അശ്വതി? ആശുപത്രിയില് എനിക്ക് ബ്ലഡ് തന്നില്ലേ ഒരു അശ്വതി. ഞാനെന്ന് മോതിരമൊക്കെ കൊടുത്തു, ഈ വീട്ടിൽ കൊണ്ടുവരികയും ചെയ്തു. ആ അശ്വതിക്ക് നമ്മുടെ മോനുമായിട്ട് ബന്ധമുണ്ടെന്നാ പറഞ്ഞേ. അല്ല അനന്തേട്ടാ, കാര്യങ്ങളെല്ലാം കൂട്ടി വായിച്ചപ്പോ എന്നെ ഫോൺ ചെയ്ത ആള് പറഞ്ഞ കാര്യങ്ങള് സത്യം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നേ. നമ്മൾ അറിയാത്ത ഒരു പുകച്ചില് ഈ വീട്ടിൽ നടന്നല്ലോ. അന്ന് അരുണും ആദിയും തമ്മിൽ വഴക്കുണ്ടായി. ആദിയും അമൃതയും തമ്മിലും പിണങ്ങി. അമൃത ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. എല്ലാത്തിന്റെയും പിന്നില് ഇതുതന്നെയാണോ കാരണം ഏട്ടാ? നമ്മുടെ കുടുംബത്തില് എന്തോ ഒരു ആപത്ത് സംഭവിക്കാൻ പോവുക. അന്ന് അഖിയുടെയും ശ്യാമയുടെയും കല്യാണ ദിവസം അമൃത ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയില്ലേ? അതൊക്കെ ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്റെ മനസ്സ് പറയുന്നേ. നമ്മളറിയാതെ എന്തൊക്കെയോ കാര്യങ്ങൾ ഈ വീട്ടിൽ നടക്കുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ആദ്യം എങ്ങോട്ട് വിളിക്കാം, നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം. ഏയ് ആനന്ദേട്ടാ, വേണ്ട. അല്ല, ചോദിച്ചൊന്ന് ക്ലിയർ ആക്കാമല്ലോ. എന്താന്ന് അറിയാൻ ചെയ്യാം. ചിലപ്പോ അവനോട് വിരോധമുള്ള ആരെങ്കിലും വെറുതെ വിളിച്ച് പറഞ്ഞാണെങ്കിലോ? അവനോട് നേരിട്ട് വിളിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ എല്ലാം ക്ലിയർ ആവും. വേണ്ട ആനന്ദേട്ടാ, ആനന്ദേട്ടൻ ഇക്കാര്യത്തിൽ ഇടപെടുകയേ വേണ്ട. അറിഞ്ഞ ഭാവം പോലും കാണിക്കണ്ട. കാര്യങ്ങളൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം. വേണ്ട വസു, ഇത് ഞാൻ ചോദിക്കാം. ഇപ്പൊ തന്നെ എല്ലാം സംസാരിച്ച് ഉറപ്പ് വരുത്താം. നിനക്ക് സമാധാനത്തോടെ ഉറങ്ങുകയും ചെയ്യാം. ആനന്ദേട്ടൻ സമാധാനമായിട്ട് ഉറങ്ങിക്കോ. ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം. സത്യത്തില് ഇതൊന്നും ആനന്ദേട്ടനോട് പറയണ്ടെന്ന് കരുതിയതാ. പിന്നെ തോന്നി ഒക്കെ ആനന്ദേട്ടൻ കൂടി അറിയട്ടെന്ന്. ഒട്ടും ടെൻഷൻ ആവണ്ട. ഇത് ഞാൻ തന്നെ കണ്ടുപിടിക്കാം. ഞാൻ തന്നെ കൈകാര്യം ചെയ്യാം. താനിത് എങ്ങനെ കണ്ടുപിടിക്കുന്ന പറയുന്നത്? ഞാൻ ഇനി ആദ്യയുടെ ഓരോ ചലനവും ശ്രദ്ധിക്കാൻ പോവാ. അവൻ ആരെയൊക്കെയാ കാണുന്നേ, ആർക്കൊക്കെയാ ഫോൺ ചെയ്യുന്നേ, ഒക്കെ പിറകെ നടന്ന് ഞാൻ കണ്ടുപിടിക്കും. ഒരാഴ്ചക്കുള്ളിൽ അറിയാൻ പറ്റും എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞ ആള് പറഞ്ഞതൊക്കെ കള്ളമാണോ അതോ സത്യമാണോന്ന്. വസു, താൻ ഒറ്റയ്ക്ക് ഈ പ്രശ്നം ഡീൽ ചെയ്ത് വെറുതെ പ്രഷർ കൂട്ടണ്ട. ഞാൻ ചോദിക്കാൻ കാര്യങ്ങൾ. വേണ്ട ആനന്ദേട്ടാ, ആനന്ദേട്ടൻ ഇതൊന്നും അറിഞ്ഞ ഭാവം കാണിക്കണ്ട. ഇത് ഞാൻ തന്നെ കണ്ടുപിടിക്കാം. ഇനിയുള്ള ദിവസങ്ങള് ഞാൻ ഈ രഹസ്യം കണ്ടുപിടിക്കാൻ വേണ്ടി മാറ്റിവെക്കുക. ആനന്ദേട്ടൻ എല്ലാരോടും നോർമൽ രീതിയിലേ ഇടപെടാവും. ഞാനെല്ലാം കണ്ടുപിടിച്ച് പൂർണ്ണമായും ക്ലിയർ ആയ ശേഷം ആനന്ദേട്ടനോട് പറയാം. പിന്നെ നമുക്ക് ഒരുമിച്ച് തന്നെ ആദിയോട് സംസാരിക്കാം. ഉടനെ തന്നെ ഞാനിതെല്ലാം കണ്ടുപിടിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.